മണപ്പുറം വയോജന ക്ഷേമ സമിതിയുടെ പുരസ്കാരങ്ങൾ സമർപ്പിച്ചു. സമിതിയുടെ 14-ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങ് സി മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും മികച്ച നിയമസഭാ സാമാജികനുള്ള ഡോക്ടർ BR അംബേദ്കർ പുരസ്കാരം കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറിന് MLA സമ്മാനിച്ചു. വലപ്പാട് റൂറൽ ബാങ്ക് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ സമിതി ചെയർമാൻ ലാൽ കച്ചില്ലം അധ്യക്ഷത വഹിച്ചു. മികച്ച സാമൂഹിക പ്രവർത്തകനും പ്രവാസി വ്യവസായിയുമായ ബിജു പുളിക്കൽ, മികച്ച അധ്യാപകരായ CK ബിജോയ് മാസ്റ്റർ, PS സൈനുദ്ദീൻ, മികച്ച വ്യവസായ സംരംഭകൻ സഞ്ജീവ് കുന്നുങ്ങൽ, മികച്ച കർഷകൻ സജീവ് CB എന്നിവർ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറിൽ നിന്നും പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. CC മുകുന്ദൻ MLAയുടെ ജീവചരിത്രം വിശപ്പും വിവേചനവും എന്ന പുസ്തകം നാട്ടിക നിയോജക മണ്ഡലത്തിലെ സ്കൂളുകൾക്ക് മുഖ്യാതിഥിയായിരുന്ന കാനാടിക്കാവ് മഠാധിപതി ഡോക്ടർ KK വിഷ്ണുഭാരതീയ സ്വാമികൾ വിതരണം ചെയ്തു. PK സുഭാഷ് ചന്ദ്രൻ മാസ്റ്റർ, കിഷോർ വാഴപ്പള്ളി, നാട്ടിക SN കോളേജ് മാനേജർ PK പ്രസന്നൻ, വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് മോഹനൻ മാസ്റ്റർ, PSP നസീർ, മുൻ വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷജിത്ത് പള്ളത്ത്, നാട്ടിക ഗ്രാമപഞ്ചായത്ത് അംഗം TC ഉണ്ണികൃഷ്ണൻ, തങ്കമണി KK, വത്സല രവീന്ദ്രൻ, സബിത സുനിൽ, സബിത ബൈജു, ദമയന്തി KK, ബേബി മോഹൻദാസ്, യൂസഫ് കച്ചേരി, ട്രഷറർ സുമതി എന്നിവർ പ്രസംഗിച്ചു. ഒരു പ്രധാനപ്പെട്ട എഞ്ചിനീയർ നമ്മുടെ വയോജനങ്ങൾക്കും അതുപോലെ തന്നെ നമ്മുടെ വികലാംഗക്കാർക്കുമായിട്ടുള്ള അവർ കെട്ടിടം പണിയുന്നതിന് വേണ്ടി സ്ഥലം നമുക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ ബ്ലോക്ക്, ഇവിടെ തളിക്കുളം ബ്ലോക്കിൻ്റെ അവിടെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കർമ്മ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വയോജനങ്ങൾക്ക് അതുപോലെ തന്നെ നമ്മുടെ വികലാംഗമായിട്ടുള്ള കുട്ടികൾക്ക് അടക്കം പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള അതിൻ്റെ സ്ഥലം സർക്കാരിൻ്റെ സ്ഥലം കൈമാറി കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും നമ്മുടെ വിഷ്ണുമാര്യ സ്വാമിയോട് പറയാതെ സഹായിക്കണം. മനസ്സിൽ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ സ്വാമിയോട് പറഞ്ഞിട്ടുള്ള വേറെ കാര്യമാണ്. ഒരു കോളേജ് പ്രിൻസിപ്പാൾ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ സർക്കാരിൻ്റെ ഒരു കോളേജ് ഉണ്ടാക്കണം. വിദ്യാഭ്യാസ രംഗത്ത് വളരെ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി മാറ്റം ഉണ്ടാകണം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാമിയായിട്ട് ഞാൻ സംസാരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാമിയോട് ഞാൻ പറഞ്ഞു നമുക്ക് കോളേജുമായി മുന്നോട്ട് പോകാൻ എന്തൊക്കെയാണ് സഹായിക്കാം. അപ്പോൾ തന്നെ സ്വാമി എന്നോട് പറഞ്ഞത് ഒരു പേടി MLA വിചാരിക്കേണ്ട, നിങ്ങളുടെ സാഹചര്യങ്ങൾ ഒരുക്കി തന്നാൽ അതിനാവശ്യമായ രീതിയിലുള്ള ഇടപെടൽ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ സ്വാമി നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. അതും സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം, മതനിരപേക്ഷത, നീതി, ഇതെല്ലാം നമുക്ക് ലഭിക്കണമെങ്കിൽ
ആ ഭരണഘടന നിലനിൽക്കണം. അതുകൊണ്ട് തന്നെ ഡോക്ടർ BR അംബേദ്കറുടെ ഓർമ്മ നമ്മളെല്ലാം മുന്നോട്ട് നയിക്കുന്നതിന് നമുക്ക് കഴിയും. രാജ്യത്തിൻ്റെ നിലനിൽപ്പ്, രാജ്യത്തിൻ്റെ സുരക്ഷ, രാജ്യത്തെ ജനങ്ങളുടെ സൗഹാർദ്ദപരമായ ജീവിതം, മതസൗഹാർദ്ദം, മതനിരപേക്ഷത, മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ ലിംഗത്തിന്റെ പേരിലോ ഭാഷയുടെ പേരിലോ ഒരു മനുഷ്യന് നീതി നിഷേധിക്കാൻ പാടില്ല എന്ന വ്യവസ്ഥയെന്ന ഭരണഘടന. ആ ഭരണഘടന മുറുകെ പിടിക്കുക എന്നതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം. അതില്ലാതെ നമുക്കിനി മുന്നോട്ട് പോകാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ മതനിരപേക്ഷതയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മണപ്പുറം വയോജന ക്ഷേമ സമിതി ഈ പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ മനുഷ്യർ വിവിധ സ്വഭാവക്കാരുണ്ട്. 4 തരം സ്വഭാവമുള്ള മനുഷ്യരുണ്ട്. ഒന്ന് മൃഗമനുഷ്യരെന്ന്. പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാവുന്നതാണ്, മൃഗീയതയാണ് മനുഷ്യൻ. സ്വന്തം കാര്യം കാണാൻ മറ്റുള്ളവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി ജീവിക്കുക, അങ്ങനെയുള്ളവരാണ് മൃഗമനുഷ്യരെന്ന് പറയുന്നത്. നമ്മുടെ സമൂഹത്തിൽ നിന്നുണ്ട് മൃഗമനുഷ്യർ, നമ്മുടെ രാജ്യത്തുണ്ട്, ലോകത്താകെയുണ്ട്.